നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ സംസ്കരിക്കാൻ ഒരുങ്ങി ലബനൻ. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയീം ഖാസിമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഓഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ വിവരം നയീം ഖാസിം അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 23-നാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ കാലാവധി ഈ മാസം 18 വരെ ദീർഘിപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ഭൂമിക്കടിയിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തുന്ന വേളയിലാണ് ഇസ്രയേൽ ബങ്കർ ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ നസ്രുള്ളയെ വധിച്ചത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പല പ്രമുഖ ഹിസ്ബുള്ള നേതാക്കളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 32 വർഷക്കാലമാണ് ഹസൻ നസ്രുള്ള ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തലവനായി വാഴുന്നത്. നസ്രുള്ളയുടെ വധത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യം നേരിട്ട് ലബനനിലേക്ക് കടന്നുകയറി ആക്രമണം ആരംഭിച്ചിരുന്നു. നേരത്തെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്ന പതിവ്. പിന്നീട് 2 മാസത്തോളം ഇസ്രായേൽ ആക്രമണം തുടർന്നിരുന്നു. തുടർന്ന് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നത്. നസ്രുള്ള ഹിസ്ബുള്ളയുടെ വാർ ഓപ്പറേഷൻ മുറിയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഹിസ്ബുള്ള നേതാക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് കൃത്യമായി നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ വഴിയാണ് ഹിസ്ബുള്ള നേതാക്കൾ ഇരിക്കുന്ന സ്ഥലം ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് ഒരു സൗദി മാധ്യമം വെളിപ്പെടുത്തിയത്. നസ്രുള്ള ഒരു ഇസ്രായേൽ ചാറിന് ഹസ്തദാനം നൽകുന്ന വേളയിൽ നസ്രുള്ളയുടെ കയ്യിൽ ഒരു രാസവസ്തു അയാൾ പുരട്ടിയെന്നും ഇതിനെ ട്രാക്ക് ചെയ്താണ് ഇസ്രായേൽ നസ്രുള്ളയുടെ താവളം കണ്ടുപിടിച്ചത് എന്നുമായിരുന്നു വാർത്ത. നസ്രുള്ളയെ വധിക്കാൻ സഹായിച്ച ഇസ്രായേൽ ചാരൻ ഒരു ഇറാൻകാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നസ്രുള്ളയുടെ കയ്യിൽ പുരട്ടിയിരുന്ന രാസവസ്തുവിനെ വളരെ താഴു പറന്നിരുന്ന ഒരു ഡ്രോണിന്റെ സഹായത്തോടു കൂടിയാണ് ഒളിത്താവളം കണ്ടെത്തിയത് എന്നുമാണ് റിപ്പോർട്ട്. ലബനനിൽ ഇസ്രായേൽ ചാര സംഘടന നിരവധി ഡ്രോണുകൾ നിരന്തരമായി അയച്ചിരുന്നു എങ്കിലും അവയെ കണ്ടുപിടിക്കാൻ ലബനൻ സൈന്യത്തിനോ ഹിസ്ബുള്ളയ്ക്കോ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ലബനന്റെ ഈ ഒരു അറിയിപ്പ്, അതായത് വീണ്ടും സംസ്കരിക്കാൻ ഫെബ്രുവരി 23-ന് സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിക്കുമ്പോൾ ഇസ്രായേൽ ഇത് എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുക എന്ന കാര്യം കൂടിയുണ്ട്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഹസൻ നസ്രുള്ളയുടെ മൃതശരീരം വിട്ടുകൊടുക്കാൻ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇസ്രായേൽ ഒന്ന് മടിച്ചിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ഹസൻ നസ്രുള്ളയുടെ മൃതശരീരം അത് ഖബറടക്കുമ്പോൾ അവിടെ വീണ്ടും ഈ പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ തുടക്കമൊക്കെ തന്നെ അവിടെ നിന്ന് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന ഭയം ഇസ്രായേലിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് കാലക്രമേണ ഇസ്രായേലിന്റെ തലയ്ക്ക് മുകളിൽ എഴുന്നേൽക്കുന്ന ഒരു വാളായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഇസ്രായേലാണ് ഈ ഒരു നീക്കം തടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും 23-ാം തീയതി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.